മോളെ ജ്യോതി, മോള് അമ്മയെ കണ്ടായിരുന്നോ? ആണോ? എവിടെ മോളെ ആദൂട്ടൻ? ശരി, ഞാൻ പോയി നിന്റെ അമ്മയെ കൊണ്ടുവരാം. കാവ്യേ, നീ എന്താ പുറത്തു വന്ന് നിൽക്കുന്നേ? ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു നിൽക്കുകയായിരുന്നു. ചിന്തിച്ചു നിന്നതൊക്കെ മതി, നീ കയറി വാ. ശരി. എന്താ സത്യേട്ടാ ഇത് നോക്ക് നീ. എന്തുവാടാ ഇത്? ഇങ്ങനെയാണോ കളിക്കുന്നത്? മര്യാദ ഇതൊക്കെ വൃത്തിയാക്കിയിട്ടോണം. നിന്റെ അതേ സ്വഭാവം അവനും. എന്റെ സ്വഭാവം ഞാൻ അങ്ങ് സഹിച്ച്. മോൾക്ക് എന്താ വേണ്ടത്? നാളെ അച്ഛൻ പോയിട്ട് വരുമ്പോ മേടിച്ചോണ്ട് വരേണ്ടത്. ശരി, ഞാൻ നാളെ പോയിട്ട് വരുമ്പോ 2 പേർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് തരാം. അവര് കൊച്ചുകുട്ടികളല്ലേ. ഇവർ കൊച്ചുകുട്ടികളല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. നിൽക്കുന്ന കേശു അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ കയറി പ്രപ്പോസ് ചെയ്തു. ആ കൊച്ചു ചെന്ന് ആ കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തു. അവരാണെങ്കിൽ എന്നെ ഒന്നും പറയാനൊന്നുമില്ല, അറിയാമോ? എന്താ ഞാൻ കേൾക്കുന്നേ? മോനെ ശ്രീകുട്ടാ, മോനമ്മയെ കണ്ടോ? എന്നാ അച്ഛൻ ഇപ്പം വരാവേ. ഗൗരി, ശബ്ദം ഉണ്ടാക്കില്ലേ, അവരുറങ്ങുവാ. എന്റെ മക്കളെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അവരെ വിളിച്ചോണ്ടെടുത്തല്ലേ? ഇല്ല. എന്ത് പറ്റിയ മോളെ? എന്താ ശ്രീ കാര്യം? മോളെ നമ്മുടെ കൂടെ കിടക്കാൻ വയ്യ എന്ന്, ഒറ്റയ്ക്ക് കിടന്നോളാ എന്ന്. അതിനാണോ? അതിനിപ്പോ എന്താ? അത് മാത്രല്ല, അവള് മാറി കിടന്നാലല്ലേ അവൾക്കൊരു കുഞ്ഞ് അനിയനെ കിട്ടുള്ളൂ എന്ന്. എന്താ? അത്രേ, മുറിൽ കിടന്നുറങ്ങുന്നത് പിന്നെ ആരടി? നീ ആര് പറ്റിയാ രണ്ടുപേരും? പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിന്റെ രസം ഞാനൊന്ന് സാമ്പാറാക്കും. ശ്രീ, നീ അത് വിട്, എന്നിട്ട് വന്ന് കിടക്കാൻ നോക്ക്. ശരി. ഹായ് ഗൈസ്, അപ്പോൾ ശ്രീബാല തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ക്യാറ്റ് സ്കെച്ചസ്, അതായത് ഈ കഥയിലുള്ള ആൾക്കാരെ മുഴുവൻ പരിചയപ്പെടുത്തി തരാമെന്ന്. ഇനി പരിചയപ്പെടാത്ത കുറേ പേരുണ്ടല്ലോ, അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാമെന്ന്. പിന്നെ എന്താ സ്റ്റോറിയിൽ കുറേ എന്താ കാക്കയുടെയും കാറ്റിൻ്റെയും മഴയുടെയൊക്കെ ശബ്ദം കാണും. അതിനോടൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്, കാറ്റുണ്ട്, പിന്നെ കാക്ക ഭയങ്കര ശല്യമാണ്. പിന്നെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. പിന്നെ സ്റ്റോറി എന്താ തീർന്നിട്ടുണ്ട്. ഈ ക്യാറ്റ് സ്കെച്ചിന് ഒരു ലോങ് ഷോർട്ടായിട്ട് ഞാനൊരു ഇതായിട്ട് പറഞ്ഞിട്ട് തരാം. പിന്നെ അടുത്ത സ്റ്റോറി നമ്മുടെ ഒള്ളി യു ആണ്.